ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഒരു ക്രാഫ്റ്റ് വീട്ടിയാണ് തുറക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് സാധനം ഉള്ളത് എന്നൊക്കെ നമുക്ക് നോക്കാം. പിന്നെ ഇത് നമുക്ക് അയച്ചു തന്നേക്കുന്നത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചേച്ചിയാണ്, രമ്യ ചേച്ചി. എനിക്കെൻ്റെ സ്വന്തം ചേച്ചീനെ പോലെയാണ്. ചേച്ചി എന്നെ അങ്ങനെ ഒരു അനിയത്തിക്കുട്ടീനെ പോലെ തന്നെയാണ് കാണുന്നത്. ഭയങ്കര സ്നേഹമാണ്. അപ്പോൾ ചേച്ചി ഇങ്ങനെ അയച്ചു തന്നെ ചേച്ചി പേരൊന്നും പറയേണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ എന്നാലും എൻ്റെ ഒരാളുടെ സന്തോഷം നോക്കി എനിക്ക് ഇത്രയും സാധനം അയച്ചു തന്നപ്പോൾ എനിക്ക് പേര് പറയാതെ എനിക്കൊരു സമാധാനമില്ല. അപ്പോൾ അതാണ് ചേച്ചി, രമ്യ ചേച്ചിയാണ് അയച്ചു തന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് എന്തൊക്കെയാണുള്ളതെന്നൊക്കെ നോക്കാം. പെട്ടി അങ്ങോട്ട് തുറന്നപ്പോഴേ കണ്ടത് ജൂട്ട് ഷീറ്റാണ് കേട്ടോ. ആ പേപ്പറൊക്കെ കണ്ടപ്പോൾ തന്നെ അങ്ങോട്ട് ഭയങ്കര സന്തോഷമായി. ജൂട്ട് ഷീറ്റൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ളതാണ്. അതൊക്കെ കൈ കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നു. ഇങ്ങനെ പൂക്കളൊക്കെ ചെയ്യാനൊക്കെ ഒരുപാട് ആഗ്രഹിച്ചാണ്. പെട്ടെന്ന് അത് കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമായി. പിന്നെ കുറേ കളർ പേപ്പറുണ്ട്, പല കളറിലുള്ള പേപ്പറുണ്ട്, പിന്നെ പല സൈസ്, അതായത് പല ഡിസൈനിലുള്ള പേപ്പറുണ്ട്. ഒരു വെറൈറ്റി ടെക്സ്ചറൊക്കെ ഉള്ളൊരു പേപ്പറൊക്കെ കണ്ട് അത് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. പച്ച, മജന്ത, കറുപ്പ്, അത് ആ കളറിൽ ആ ഒരു പേപ്പർ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അത് കണ്ട് അപ്പം അങ്ങനെ ഓരോ പേപ്പറൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമായി എനിക്ക്. ഈ പേപ്പർ ഇതാ ഞാൻ പറഞ്ഞത്, ഞാൻ കണ്ടിട്ടില്ല ഇതിന് മുന്നേ ഇങ്ങനത്തെ പേപ്പർ. പച്ച കളറിലും ഉണ്ട്, ഈ മജന്ത കളറിലും ഉണ്ട്, ബ്ലാക്ക് കളറിലും ഉണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. ഇത് വെച്ചിട്ട് എന്തെങ്കിലും നമുക്കൊരു വർക്ക് ചെയ്യണം. നല്ല ഒരു ടെക്സ്ചറുണ്ട്. ഇതുകൊണ്ട് ചിലപ്പോൾ പൂവൊക്കെ ഉണ്ടാക്കിയാൽ നല്ല ഭംഗിയാണെങ്കിൽ. പിന്നെ ഇതൊരു ഗിഫ്റ്റ് പേപ്പർ പോലത്തെയാണെന്ന് പറയാൻ പറ്റത്തില്ല. നമ്മൾ ഈ ഭിത്തിയിലൊക്കെ ഒട്ടിക്കുന്ന പോലത്തെ ആ ഒരിത്, അതെന്ത് പേപ്പറാണെന്നൊരു പിടുത്തില്ല. ഗിഫ്റ്റ് പേപ്പറാണെന്ന് തോന്നുന്നില്ല. ഗിഫ്റ്റ് പേപ്പർ ഇങ്ങനെ ഈ ഒരു സൈസിൽ കിട്ടത്തില്ലല്ലോ. അതുപോലെയൊക്കെ ഇരിക്കും. പിന്നെ ഉള്ളത് ആ ഒരു ജൂട്ട് ഷീറ്റ്, അതും നമുക്ക് എന്തെങ്കിലും വർക്കൊക്കെ ചെയ്യാം ഉടനെ തന്നെ. നല്ല ഭംഗിയുണ്ട് അത് കാണാനായിട്ട്. മുന്നേയൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കമൻറ്റ് വരുമായിരുന്നു, ജൂട്ട് ഷീറ്റ് വെച്ചിട്ട് എന്തെങ്കിലും വർക്ക് ചെയ്യുമോ. ഇനിയിപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ചെയ്തിടാമല്ലോ, നമ്മുടെ എല്ലാ സാധനം ഉണ്ടല്ലോ. അടുത്തത് നമുക്ക് ഗിഫ്റ്റ് പേപ്പർ എടുക്കാം. ഗിഫ്റ്റ് പേപ്പർ 2 ഷെയ്ഡിലുള്ള, അതായത് 2 കളറിലുണ്ട്. രണ്ട് റോസ് തന്നെയാണ്. ഒന്ന് പല കളറിലുള്ള റോസാപ്പൂ വന്നിട്ട്, പിന്നെ ഒരെണ്ണം റെഡ് കളറിലുള്ള റോസാപ്പൂവും സൺഫ്ലവർ ആണ് അതും കൂടി ഉള്ളത്. അങ്ങനെ 2 എണ്ണമാണ് ഗിഫ്റ്റ് പേപ്പർ ഉള്ളത്. നല്ല രസമുണ്ട് രണ്ടും കാണാനായിട്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എൻ്റെ കയ്യിൽ പണ്ട് റെഡ് കളറിലും ഉണ്ടായിരുന്നു ഗിഫ്റ്റ് പേപ്പർ. അത് വെച്ചിട്ടൊക്കെ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ഡ്രസ്സിലൊക്കെ പിടിപ്പിക്കുന്ന കണക്കത്തെ ലേസ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു ബോട്ടിൽ ആർട്ട് ചെയ്യണം. നല്ല രസമായിരിക്കും. കുറേ ലേസ് ഉണ്ട് കേട്ടോ. ഇത് റെഡ് ഉണ്ട്, വൈറ്റ് ഉണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് ഞാനെടുത്ത് കാണിക്കാം. ആദ്യം നമുക്ക് ബ്ലാക്ക് എടുക്കാം. നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് കുറച്ച് വർഷങ്ങളായെങ്കിലും നമ്മൾ ഇതുപോലെയുള്ള സാധനങ്ങളെ കൊണ്ടൊന്നും ഇതുവരെ ഒരു ബോട്ടിലായിട്ടും ചെയ്തിട്ടില്ല. കാരണം ഒന്നാമത്തെ കാര്യം ഞാൻ ഇങ്ങനത്തെ ഒന്നും വാങ്ങിക്കാറില്ല. പിന്നെ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ജീവിത സാഹചര്യമല്ല. നമുക്ക് എപ്പോഴും എല്ലാം ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങി തന്നെ ചെയ്യാൻ പറ്റണമെന്നില്ല. അതുകൊണ്ട് ഈ മഞ്ഞയുടെ പേര് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. ഈ മഞ്ഞ സാധനം അതിൻ്റെ പേര് ആരെങ്കിലും അറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ അപ്പോൾ എന്താ പറയുക, നമ്മൾ ഇതുപോലുള്ള സാധനങ്ങളൊന്നും എനിക്ക് വാങ്ങിക്കാൻ പറ്റിയിട്ടേ ഇല്ല. സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് പോലും. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. നമുക്ക് ഇതെല്ലാം ഈ ഒരു കവറിൽ തന്നെ ഇട്ട് മാറ്റി വെക്കാം. അവസാനം നമുക്ക് എടുത്ത് വെക്കാം. അടുത്തത് നമുക്ക് ഇത് ജൂട്ട് ത്രെഡാണെന്ന് തോന്നുന്നു. ജൂട്ടാണോ കയറാണോ ഇത് ജൂട്ട് ത്രെഡ് പോലെ തന്നെ കളറിൽ ഇരിക്കും, കളറായിട്ടിരിക്കും. അപ്പോൾ ഞാൻ എന്തിൻ്റെങ്കിലും പേര് പറയുമ്പം തെറ്റാണെങ്കിലും കമൻറ്റ് ചെയ്തൊന്ന് തിരുത്തി തരണം കേട്ടോ. ചിലപ്പം മനസ്സിൽ വെച്ചിരിക്കുന്ന പേര് വേറെ ആയിരിക്കും, തെറ്റിപ്പോകുന്നതായിരിക്കും. പിന്നെ ഉള്ളത് ഇതുപോലെ പൂക്കളുടെ നടുക്കൊക്കെ നമ്മൾ മുട്ട് പോലെയൊക്കെ വെക്കില്ലേ, അതുപോലുള്ളത്. പക്ഷെ നല്ല രസമുണ്ട് ആ കളർ, സിൽവർ കളറിൽ ഞാൻ ആദ്യമായിട്ട് കാണുക. അത് നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇത് ഏതെങ്കിലുമൊക്കെ പൂക്കളൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിനുള്ളിൽ നമുക്ക് മുട്ട് പോലെയൊക്കെ തോന്നിക്കാനായിട്ടൊക്കെ വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്കത് ആ കിറ്റിനകത്താക്കി തന്നെ വെക്കാം. നല്ല വെൽ പാക്ഡ് ആയിട്ടാണ് അയച്ചേക്കുന്നത്. ഓരോന്നും സെപ്പറേറ്റ് ഓരോ പാക്കറ്റിലാക്കിയിട്ടൊക്കെയാണ് ചേച്ചി അയച്ചേക്കുന്നത്. ഇത് ഫോം ഫ്ലവർ, നമ്മുടെ ക്രാഫ്റ്റ് മെറ്റീരിയൽസിനകത്ത് ഞാൻ ഫോം ഫ്ലവറിന് ഫോം ഷീറ്റ് എന്നൊരു 5-8 വട്ടം എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കമൻറ്റ് ചെയ്തപ്പോഴാണ് എനിക്കത് മാറിയത്. അപ്പോൾ അതേ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും തെറ്റി. ഫോം ഫ്ലവർ. അപ്പോൾ ഇത് ഫോം ഫ്ലവർ തന്നെയാണെന്ന് അറിയത്തില്ല. നല്ല രസമുണ്ട്. തൊട്ട് നോക്കുമ്പോഴൊക്കെ നല്ല സ്മൂത്തായിട്ടുള്ളൊരു പൂവ്, റോസാപ്പൂ പോലത്തെ. ഇത് സാധാ ഫോം ഫ്ലവർ. ഇത് ഞാൻ മുന്നേ കണ്ടിട്ടുണ്ട്. ഇത് നമ്മുടെ കയ്യിൽ മുന്നേ ഉണ്ടായിരുന്നു. ഇത് വെച്ചിട്ടൊക്കെ നമ്മൾ ബോട്ടിലാട്ടൊക്കെ ചെയ്തിട്ടുണ്ട് വാലൻറ്റൈൻസ് ഡേക്ക്. പിന്നെ ഉള്ളത് പല കളറിലുള്ള മുത്ത്. നല്ല രസമുണ്ട് ഈ മുത്ത് കാണാനായിട്ട്. പല കളറിലുള്ള മുത്ത്. പിന്നെ ഉള്ളത് മറ്റേ മിറർ ഗ്ലാസ്സോ അങ്ങനെയല്ലേ, കുഞ്ഞ് അതുണ്ട്. ഇതെനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. നമ്മൾ വിഷുവിൻ്റെ ബോട്ടിലാട്ട് ചെയ്ത സമയത്ത് ഒരു കണ്ണാടി ഉണ്ടാക്കാനായിട്ട് ഇത് പണ്ടത്തെ ചുരിദാറിനകത്തൊക്കെ ഇതുപോലത്തെ ഗ്ലാസ് കിട്ടും വട്ടത്തിൽ നമ്മുടെ ഡ്രസ്സിനകത്ത്. അപ്പോൾ അതൊക്കെ എനിക്ക് പണ്ട് അങ്ങനത്തെ ഒരു ചുരിദാറുണ്ടായിരുന്നു. അത് തപ്പി നടന്ന് ഞാനൊന്ന് വാൽക്കണ്ണാടി ഉണ്ടാക്കാൻ, പക്ഷേ അതൊന്നും കിട്ടിയില്ല. പക്ഷേ ഇപ്പോൾ കിട്ടി, ഭാഗ്യം. പിന്നെ ഉള്ളത് നമ്മൾ ഈ ഡ്രീം ക്യാച്ചറൊക്കെ ഉണ്ടാക്കുന്ന കണക്കത്തെ റിങ്.
ഇത് ഡ്രീം ക്യാച്ചർ ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. നമുക്കിനി അതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ സൺ ക്യാച്ചർ ഉണ്ടാക്കിയിട്ടുണ്ട്, നമ്മൾ ഡ്രീം ക്യാച്ചർ ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ ഡെക്കിപ്പേജ് ടിഷ്യൂ. ഒരു കാലത്ത് ഇതൊരെണ്ണം കയ്യിൽ കിട്ടാൻ ഞാൻ കൊതിച്ച സമയമുണ്ട് എൻ്റെ പൊന്നു. ആദ്യമായിട്ട് എനിക്ക് ജനുസാണ് കേട്ടോ അയച്ചു തരുന്നത്, അന്നാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഇതിപ്പോൾ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള സാധനമാണ്. നമ്മളിത് ഡെക്കിപ്പേജ് ടിഷ്യൂ വെച്ച് നമ്മളിപ്പോൾ ഒരു 4 വർഗ്ഗങ്ങളും ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക്. നമുക്ക് 2 കവറുണ്ട് കേട്ടോ, കുറേ ഉണ്ട് ഇതിനകത്ത്. നമുക്ക് രണ്ടാമത്തത് തുറക്കാം. കുറേ ഉണ്ട് കേട്ടോ, ഓരോ കളറും ഞാൻ കാണിക്കാം. ഇത് ആദ്യത്തത് നല്ല രസമുണ്ടല്ലേ, പൂക്കളൊക്കെ വന്നിട്ട്. ഇത് ജസ്റ്റ് ഒരു ചതുരമായിട്ട്, ഇതും പൂക്കൾ. ഇത് താങ്ക്ഫുൾ എന്നൊക്കെ എഴുതിയിട്ട് ബി താങ്ക്ഫുൾ. നമുക്ക് ആർക്കെങ്കിലും താങ്ക് യു ഒക്കെ പറയണമെങ്കിൽ ഇതയക്കാം. നമുക്ക് വേണമെങ്കിൽ രമ്യ ചേച്ചിക്ക് തന്നെ അയക്കാം തിരിച്ച് താങ്ക് യു എന്നുള്ളതിന്. നല്ല രസമുണ്ട് അത്. പിന്നെ റോസ് കളറിൽ ഒരെണ്ണം. റോസാണോ പിങ്കാണോ, നല്ല രസമുണ്ടല്ലേ അത്. പിന്നെ ഒരു സ്കൈ ബ്ലൂ കളറിൽ. അപ്പോൾ അത്രയാണ്. നമുക്ക് അതും കവറിനകത്തിട്ട് തന്നെ സൂക്ഷിച്ച് വെക്കാം, ഓരോന്ന് അടുക്കി തന്നെ വെക്കാം. അടുത്തത് എടുക്കാം. അടുത്തത് സാറ്റിൻ റിബണൊക്കെയാണ്, അതിൻ്റെ പേരറിയാം ഭാഗ്യം. സാറ്റിൻ റിബൺ 2 ഉണ്ട് അതിനകത്ത്. ആദ്യം ഒരു വെള്ളയാണ്, ഒരു വെള്ള വലിയതൊരു സാറ്റിൻ റിബൺ ഉണ്ട്. അത് കുറച്ച് വലുതാണ് കേട്ടോ, നല്ല വലുതാണ്. ഇത്രയും വലുത് ഞാൻ കണ്ടിട്ടില്ല. അപ്പം നല്ല രസമുണ്ട്. എൻ്റെ പണ്ടൊരു വൈറ്റും ഒരു പോളപ്പൂ കളറും ഉണ്ടായിരുന്നു. പിന്നെയുള്ളത് ഇത് എന്താണെന്ന് അറിയത്തില്ല, ഇല പോലെയൊക്കെ ഇരിക്കുന്നു, ഗോൾഡൻ കളറിൽ. പക്ഷെ ഭംഗിയുണ്ട്, നല്ല ഭംഗിയുണ്ട്. ഈ കമ്മലായിട്ടൊക്കെ ഉണ്ടാക്കിയിടാൻ പറ്റും. ഇത് എന്തിനുള്ളതെന്ന് അറിയത്തില്ല, പല സാധനങ്ങളും എന്തിനുള്ളതെന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഉള്ളത് കുറേ മുത്തുണ്ട്, പിന്നെ ബട്ടൺസ് പോലെയുള്ളതൊക്കെ ഉണ്ട്. ഇതൊക്കെ വെച്ചിട്ട് ചെയ്യാൻ എനിക്കറിയാം. നമുക്ക് ഈ ആൻറ്റിക് ബോട്ടിലായിട്ട് ചെയ്യുമ്പോഴൊക്കെ സൂപ്പറായിട്ട് ചെയ്യാൻ പറ്റും. ഇതും റിബണാണ് കേട്ടോ, പച്ച കളറിൽ സാറ്റിൻ റിബൺ. അപ്പം അത് പിന്നെ അതിനകത്ത് ബട്ടൺസ് ഉണ്ട്, കുറേ കളറിലുള്ള വെറൈറ്റി ബട്ടൺസ്. പണ്ട് ഞാൻ ബട്ടൺസ് തപ്പിയിട്ടുണ്ട് ഒരു ട്രീ ഉണ്ടാക്കാനായിട്ടൊക്കെ. ഞാൻ പിന്നെ അച്ചയുടെയൊക്കെ ഷർട്ടിൽ നിന്നൊക്കെ ബട്ടൺസ് എടുത്ത്, പഴയ ഷർട്ടിൽ നിന്നൊക്കെ ബട്ടൺസ് എടുത്തിട്ടൊക്കെ റിബൺ ഉണ്ടാക്കിയിട്ടുണ്ട്. ട്രീ ഉണ്ടാക്കിയിട്ടുണ്ട്. സംസാരത്തിൽ നിന്ന് വ്യതിചലിച്ചു പോണ്. അടുത്തത് വൂളൻ ത്രെഡ് റെഡ് കളർ നമ്മുടെ കയ്യിൽ ഒരെണ്ണമുണ്ട്. നമുക്കതും പണ്ടൊരിക്കൽ ഗിഫ്റ്റ് കിട്ടിയതാണ്. 2020 ബോട്ടിൽ ആർട്ടിൻ്റെ ഗിഫ്റ്റ് കിട്ടിയെന്ന് ഞാൻ പറഞ്ഞ് കാണിച്ചില്ലായിരുന്നു, അതിനകത്തുണ്ടായിരുന്നു വൂളൻ ത്രെഡ്. പിന്നെ ഇത് കുറേ ഗോൾഡൻ കളറിലുള്ള പൂക്കൾ. ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ഞാൻ ചേച്ചിയെടുത്ത് ചോദിച്ചു, ചേച്ചി ഇതെന്തുവാണെന്നറിയോ? പറഞ്ഞ് കണ്ടപ്പോൾ നല്ല ഭംഗിയുണ്ട് മോനെ, നിനക്ക് എന്തെങ്കിലും വർക്ക് ചെയ്യാൻ പറ്റുമല്ലോ എന്ന് ഓർത്തിട്ട്. അപ്പോൾ എനിക്കിത് വെച്ചിട്ട് ഇപ്പോൾ ഒരു ഐഡിയ വന്നിട്ടുണ്ട്, അത് ഉടനെ ചെയ്യാം. അപ്പോൾ എല്ലാവരുടെയും കയ്യിൽ ഇത് കാണത്തില്ലല്ലോ, അപ്പോൾ നമുക്കിത് ഉണ്ടാക്കുന്ന ഒരു വീഡിയോയും കൂടി ചെയ്യാം, എന്നിട്ട് ഇത് വെച്ചിട്ടുള്ള വർക്കും ചെയ്യാം. പക്ഷെ നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്, ആ ഗോൾഡ് കളറും ആ ഇലയൊക്കെ മുട്ട് പോലെയൊക്കെ താഴെ വന്നിട്ട് നല്ല ഭംഗിയുണ്ട്. അപ്പം ഇതും നമുക്ക് മാറ്റി വെക്കാം. അടുത്തത് ഐസ്ക്രീം സ്റ്റിക്ക്. ഇത് കുറേ ഉണ്ട്. ഈ ഐസ്ക്രീം സ്റ്റിക്ക് എനിക്ക് വലിയ ഇഷ്ടമുള്ള സാധനമാണ്. ഞാൻ ചില വുഡൻ വർക്കൊക്കെ ചെയ്യാനായിട്ട്, അതായത് ഇപ്പോൾ നമുക്കൊരു വീട് ഉണ്ടാക്കാനാണെങ്കിൽ നമുക്ക് നല്ല എഫക്റ്റ് കിട്ടും ഈ ഇത് വെച്ചിട്ട് ചെയ്യുമ്പോൾ, ഐസ്ക്രീം സ്റ്റിക്ക് വെച്ച് ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് എന്തെങ്കിലും ഒരു വർക്ക് ഉണ്ടെങ്കിൽ ചെയ്യും. കുറേ പേരിൽ ഇത് ഉണ്ടെന്നും പറയുന്നുണ്ട്, അപ്പോൾ നമുക്ക് ചെയ്യാം. പിന്നെ എൻ്റെ ഫേവറേറ്റ് സാധനം കൊന്ത. ഞാൻ എല്ലാ വീഡിയോയിലും മിക്ക വീഡിയോസിലും വരുമ്പോൾ കൊന്തയൊക്കെ ഇട്ട് വരുന്നുണ്ട്. അപ്പോൾ ചേച്ചി ഒരിക്കൽ വിളിക്കുമ്പോൾ എൻ്റെ ചോദിച്ചു, മോന് കൊന്ത ഇഷ്ടമാണോ എന്ന് ചോദിച്ചു. നമ്മൾ ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ വർഷങ്ങളായിട്ട് കൊന്ത ഉപയോഗിക്കുന്ന ആളാണ്. അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞ്, എന്നാൽ മോന് ഞാനൊരു കൊന്ത സത്യം പറഞ്ഞാൽ എൻ്റെ അടുത്ത് ഗിഫ്റ്റ് അയക്കുന്നതായിരുന്നു പറഞ്ഞിട്ടേ ഇല്ല. മോന് കൊന്ത അയച്ചു തരാമെന്നാണ് എൻ്റെ അടുത്ത് ആദ്യം പറയുന്ന ആൾ. അപ്പോൾ അങ്ങനെ 2 അയച്ചിട്ടുണ്ട്. ഒന്ന് ഞാൻ കഴുത്തി ഇടുന്ന കണക്കത്തെയും, ഒന്ന് നല്ല വലുതാട്ടോ, നമുക്കിങ്ങനെ കയ്യിലൊക്കെ വെച്ച് പ്രാർത്ഥിക്കാൻ പറ്റുന്ന തരത്തിലുള്ള നല്ല വലുതായിട്ടുള്ളതും. പിന്നെ ഒന്ന് ഇപ്പോൾ എൻ്റെ കഴുത്തെ കിടക്കുന്ന കണക്കത്തെ ഒരു ബ്ലാക്ക്. 2 നല്ല രസമുണ്ട്. അപ്പോൾ അങ്ങനെ 2 കൊന്തയുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമായത് കണ്ടപ്പം. ഇനി ഇത് പേപ്പർ. നമ്മൾക്ക് അതിൻ്റെ പുറകിൽ പടമുണ്ട്, ഈ ഒരു പട്ടിക്കുഞ്ഞിൻ്റെ പടം പോലെ ഈ പേപ്പർ വെച്ചിട്ട് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഓരോ ഡിസൈനൊക്കെ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പേപ്പർ. ഇത് ഞാൻ കുറച്ച് അശ്വരമോനും കൂടെ കൊടുക്കും. അശ്വരമോന് ഇതുപോലെയൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ആൾക്ക് കളർ പേപ്പറൊക്കെ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ വലിയ ഇഷ്ടമാണ്. അപ്പം പിന്നുള്ളത് കളർ ചെയ്ത ഐസ്ക്രീം സ്റ്റിക്ക്, കളർഡ് ഐസ്ക്രീം സ്റ്റിക്ക് എന്നായിരിക്കും അല്ലേ. അപ്പം അത് നല്ല രസമുണ്ട്, കുറേ കളറുണ്ട്, നല്ല ഭംഗിയുണ്ട്. ആർട്ട് റിലേറ്റഡ് ആയിട്ട് ചെയ്യുന്ന എല്ലാവരുടെയും ഒരു മെയിൻ പ്രശ്നമാണ് കളർ കണ്ടാൽ നമ്മൾ ഭ്രമിച്ചു പോകും. ഞാൻ മിക്ക ക്രാഫ്റ്റ് സ്റ്റോറിലും കയറാറ് പോലും ഇല്ല. എനിക്കൊരു വിഭ്രാന്തി അതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ എല്ലാം വാങ്ങണമെന്നുള്ളൊരു ചിന്തയാണ്. പിന്നുള്ളത് ക്രീപ്പ് പേപ്പർ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പേപ്പർ. ഞാൻ കുറേ പേർക്ക് ചോദിച്ചിട്ടുണ്ട് നമ്മുടെ ഇവിടെ എവിടെയെങ്കിലും ക്രീപ്പ് പേപ്പറൊക്കെ കിട്ടുമോ എന്നൊക്കെ. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇത് വെച്ചിട്ട് ഇങ്ങനെ പൂക്കളൊക്കെ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എന്തായാലും ഒരു വർക്ക് ചെയ്യണം. ഇലയൊക്കെ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ വലിക്കാൻ പറ്റുമല്ലോ ക്രീപ്പ് പേപ്പർ, നല്ല രസമാണ് അത്. അപ്പോൾ ഇതെനിക്ക് കുറേ നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു ഇത് വാങ്ങണം എന്നുള്ളത്, അപ്പോൾ അത് കിട്ടി. പിന്നെയുള്ളത് ഇത് സെല്ലോ ടേപ്പൊക്കെ പോലത്തെ കളർ ടേപ്പ് എന്നല്ലേ പറയുന്നത്.
അത് നമുക്കിപ്പോൾ എന്തെങ്കിലും ഗിഫ്റ്റൊക്കെ പൊതിയുമ്പോഴാണെങ്കിലും വൃത്തിയായിട്ടൊക്കെ പൊതിയാനും വർക്ക് ചെയ്യാനും ക്രാഫ്റ്റും ഒക്കെ ഇത് വെച്ചിട്ട് ചെയ്യാമല്ലോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ അതിനകത്തുള്ളത് കുഞ്ഞി കുഞ്ഞി പൂക്കൾ. ഇതിൻ്റെ പേര് എനിക്കറിയത്തില്ല. ഈ സാറ്റിൻ റിബൺ പോലത്തെ റിബൺ വെച്ചിട്ടുള്ള പേപ്പറാണ്, അല്ല പൂക്കളാണ്. അതാണ് ഇനി സാറ്റിൻ റിബൺ ഫ്ലവറാണോ അറിഞ്ഞൂടെ. ഞാൻ തന്നെ ഓരോന്നിനും ഓരോ പേരിടുക, ഞാൻ തന്നെ പറയുക. ഇത് പണ്ട് അക്ഷരമാൻ്റെ ഉടുപ്പേന്നൊക്കെ ഞാൻ പറിച്ചെടുക്കുമായിരുന്നു പഴയതാവുമ്പോൾ. ഇങ്ങനെ എന്തെങ്കിലും വർക്ക് ചെയ്യാൻ വേണ്ടി സൂക്ഷിച്ചു വയ്ക്കുമായിരുന്നു. അപ്പോൾ ഇത് ക്യാഷ് കൊടുത്തും കിട്ടുമെന്ന് ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. പണ്ടൊക്കെ ഞാനിങ്ങനെ അക്ഷരമാൻ്റെ ഉടുപ്പേന്ന് കളക്ട് ചെയ്ത് വെക്കുമായിരുന്നു. അടുത്തത് ലാസ്റ്റ് നമ്മുടെ പാക്കറ്റ്. ഇത് കുറേ ക്ലിപ്പ്, ക്ലിപ്പ്, കമ്മൽ, അതൊക്കെയാണ്. റോസിൻ്റെ കമ്മൽ പല കളറിൽ, സ്കൈ ബ്ലൂ, ഗ്രീൻ, ഓറഞ്ച്, ബ്ലാക്ക്. സൂപ്പർ അല്ലേ? നല്ല രസമുണ്ട്. ഞാനിട്ടത് നല്ല ഭംഗിയായിരിക്കും. നമ്മളെപ്പോഴും ഉണ്ടല്ലോ, നമ്മളിങ്ങനെ പുകഴ്ത്തിക്കൊണ്ടേയിരിക്കണം. നമ്മളെ പ്രൊമോട്ട് ചെയ്യാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മളെപ്പോഴും സൂപ്പറാണെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. നമ്മൾ നല്ല കോൺഫിഡൻ്റ് ആവും. അപ്പോൾ ഇതേ നല്ലൊരു അടിപൊളി ക്ലിപ്പുണ്ട്. ഇത് മിക്കവാറും എൻ്റെ മാതാശ്രീ അടിച്ച് മാറ്റും. അമ്മച്ചിക്ക് ഇങ്ങനത്തെ ക്ലിപ്പുകളൊക്കെ ഒരു വീക്ക്നെസ്സാണ്. ഞാൻ പൊതുവേ ക്ലിപ്പൊക്കെ വാങ്ങിയാൽ അമ്മച്ചി അതെടുക്കും. പിന്നെ ഒരു കുഞ്ഞി കമ്മൽ, അടിപൊളി ക്യൂട്ടി പി, സൂപ്പർ കമ്മൽ, കുഞ്ഞി കമ്മൽ. അടുത്തത് ഒരു ക്ലിപ്പ്, മിക്കവാറും ഇതും അമ്മച്ചി അടിച്ച് മാറ്റുന്ന സെക്ഷനാണ്. ക്ലിപ്പ് അമ്മച്ചി, ഞാൻ ഏത് ക്ലിപ്പ് വാങ്ങിയാലും അമ്മ എടുക്കും. അമ്മച്ചിക്ക് ക്ലിപ്പുകൾ വലിയ ഇഷ്ടമാണ്. അമ്മച്ചി ഒരേ രീതിയിൽ മാത്രം ജസ്റ്റ് പുറകിൽ ഒരു ക്ലിപ്പ് ഇട്ടിട്ട് ആ മുടി കെട്ടുന്നത്. അപ്പോൾ അമ്മയ്ക്ക് വലിയ ഇഷ്ടമാണ് ക്ലിപ്പ് ഇങ്ങനെ മാറ്റി എടുക്കാൻ. ഞാൻ എപ്പോഴെങ്കിലും ലേഡീസ് സ്റ്റോറിൽ പോയാലും അമ്മയ്ക്ക് ക്ലിപ്പ് എപ്പോഴും വാങ്ങിക്കും. പിന്നെ ഒരു വെള്ളക്കമ്മൽ നല്ല രസമുണ്ടായിരുന്നു. വെള്ള ഉടുപ്പൊക്കെ ഇടുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. പിന്നെ നെയിൽ പോളിഷ്, നല്ല കളറല്ലേ, നല്ലൊരു അടിപൊളി കളർ നെയിൽ പോളിഷ് ഞാൻ അധികം യൂസ് ചെയ്യാറില്ല. എന്ന് വെച്ചാൽ നഖമൊന്നുമില്ല വിരലിലാണെങ്കിലും, കാലിലിടാം, നല്ല രസമായിരിക്കും. പിന്നെ ഉള്ളതും ക്ലിപ്പ്. ഈ ക്ലിപ്പ് ഞാൻ അമ്മച്ചിക്ക് കൊടുക്കത്തില്ല, ഇതെനിക്ക് സ്വന്തം. നല്ല രസമില്ല, കുഞ്ഞതായിട്ട് നല്ല ഭംഗിയുണ്ട് ക്ലിപ്പ് കാണാനായിട്ട്. ഇത് ബ്ലാക്ക് മെറ്റൽ പോലത്തെ നല്ല രസമുണ്ട്. അടുത്തത് ഒരു കുഞ്ഞു ഡെപ്പിക്കകത്ത് കുറേ കുഞ്ഞു കമ്മലൊക്കെ വന്നിട്ട് നല്ല രസമുണ്ട്. ഇത് കുറേ കുഞ്ഞതാണ്, നല്ല രസമുണ്ട് കാണാനായിട്ട്. തീരെ പൊടിയായിട്ടുള്ളത്, നമ്മൾ ഈ ഒറ്റ മുത്ത് പോലെയൊക്കെ ഇടില്ലേ, അത് കണക്കത്തത് കുഞ്ഞതാണ്, പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഒന്ന് ഒരു സിൽവർ, രണ്ട് കല്ലിൻ്റെത്, പിന്നുള്ളത് ഗോൾഡൻ ആയിട്ടുള്ളത്. നല്ല രസമുണ്ട് കേട്ടോ, അതെല്ലാം കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. എന്ത് വൃത്തിയിലാണല്ലേ ഓരോന്നും ഓരോ ഇതായിട്ട് പാക്ക് ചെയ്ത് ഞാനിതൊക്കെ ഇങ്ങനെ പാക്ക് ചെയ്ത് തന്നെ സൂക്ഷിക്കാൻ പോയി. ചേച്ചീനെ ഓർക്കാമല്ലോ ഇത് കാണുമ്പോൾ. ഇതും ഒരു ബ്ലാക്ക് മെറ്റലിൽ തന്നെ ചെറിയൊരു കമ്മലാണ്. പിന്നുള്ളത് അത് സിൽവറിൻ്റെ ഒരു ജിമിക്കിയും ഒരു മാലയാണ്. കുറച്ച് വലുതാണ് ആ ഒരു ജിമിക്കി. ഞാനെപ്പോഴും ഇത് കണക്കത്തുള്ള തന്നെയാണ് ഇടുന്നത്. ജിമിക്കിയൊക്കെ ഇതിലും കുറച്ചുകൂടെ വലുതും ഈ ഒരു വലുപ്പത്തിലുള്ളതൊക്കെ ഞാൻ ഇടാറുണ്ട്. ഒരു സിൽവർ മാലയും അതിന് തന്നെ മാച്ച് ചെയ്യുന്നൊരു സിൽവർ കമ്മലാണ്. നല്ല രസമാണത് കാണാനായിട്ട്. നമുക്ക് എല്ലാം അടുക്കി പെറുക്കി അതിനകത്ത് തന്നെ വയ്ക്കാം. അതാകുമ്പോൾ ഈ പെട്ടി കാണുമ്പോഴും സാധനങ്ങൾ ഓരോന്ന് കാണുമ്പോഴും ചേച്ചീനെ ഓർക്കാനും നമുക്ക് വൃത്തിയായിട്ട് അത് അവിടെ ഒതുങ്ങിയിരിക്കുകയും ചെയ്യും. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ടെല്ലാം കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.